കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ അവർക്ക് ആ ഭക്ഷണം വിളമ്പി അവരുടെ അടുത്ത് കൊണ്ടുവച്ചു കൊടുക്കുന്നു. അവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോകുന്നു. പാത്രം അവരെടുക്കുന്നുണ്ടോ? ആദ്യമൊന്നും അവരെടുക്കുന്നില്ല. പിന്നെ എഴുന്നേറ്റ് നടന്ന് കിച്ചണിൻ്റെ സ്ലാബിൻ്റെ അവിടം വരെ എത്തുന്ന പ്രായമാകുമ്പോൾ എന്ത് ചെയ്യണം? അവർ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് പോകണം. പല്ല് തേച്ച് കൊടുക്കുന്നത്, നമ്മൾ എത്ര കാലം കുഞ്ഞുങ്ങൾക്ക് പല്ല് തേച്ച് കൊടുക്കും? അവരൊരു ഘട്ടം എത്തിക്കഴിയുമ്പം സ്വന്തമായി പല്ല് തേക്കണം, സ്വന്തമായി കുളിക്കണം. അവരുടെ ഡ്രസ്സ് എവിടെ? അവരുടെ ബുക്സ് എവിടെ? ഇതൊക്കെ അമ്മമാരാണ് എടുത്തു കൊടുക്കേണ്ടത്, ഒരിക്കലും അല്ല കേട്ടോ. ഒരു 3ാം ക്ലാസ് വരെയെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. ഈ ബുക്സിനെയൊക്കെ പുറകെ നമ്മൾ ഈ പിള്ളേരുടെ പുറകെ നടക്കുന്നത്. 3ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ബുക്ക്, സ്വന്തം ഉടുപ്പുകൾ ഒക്കെ അവർ തന്നെ നോക്കണം. നമ്മുടെ ഈ തുണിയൊക്കെ ഇല്ലേ, കുളിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇടാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയണ്ടേ? അതുകൊണ്ട് വിരിക്കാൻ അവർക്ക് അറിയണ്ടേ? സ്വന്തം തുണിയെങ്കിലും വിരിച്ചിടാൻ അവർക്ക് അറിയണ്ടേ? സ്വന്തം തുണി നമ്മളിപ്പം നനച്ച് വിരിച്ചിട്ടു, തിരിച്ചെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ മടക്കിപ്പിച്ച് അവരുടെ അലമാരി വെപ്പിക്കണം. അതൊക്കെ അവർ തന്നെ ശീലിക്കണം. ഇത് വേറെ ആരെങ്കിലും ചെയ്യാനിരിക്കുന്നോ? നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസിസ്റ്റൻ്റ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് അല്ല നമ്മൾ. എല്ലാ കാലവും അവർക്ക് തുണി മടക്കി കൊടുക്കുകയും അവർക്ക് മറ്റേ ഷൂ എടുത്ത് കൈ കൊടുക്കുക, സോക്സ് 2 തപ്പിയെടുത്തുകൊണ്ട് കാലെ കയറ്റി കൊടുക്കുക, ഇങ്ങനെ എല്ലാ കാലവും മുന്നോട്ട് കൊണ്ടുപോകരുത്.